നമ്മളുടെ കുടമൂരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇടാനുള്ള സമയം നമുക്ക് സത്യം പറയാൻ കിട്ടുന്നില്ല. നിന്ന് തിരിയാനുള്ള സമയം കിട്ടുന്നില്ല. ഇപ്പോഴാണ് സമയത്തിന്റെ ഒരു വില അറിയുന്നത്. അപ്പൊ നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ വലിയ ജോലിയായിട്ടൊന്നും അല്ല, നമ്മളിപ്പം പുതുതായിട്ടൊരു സംരംഭം തുടങ്ങിയ എല്ലാവർക്കും അറിയാലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ എന്താണ് ഓരോ ദിവസവും ഓരോരോ പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് ഏകദേശം ഇപ്പൊ നമുക്ക് തുടങ്ങിയിട്ട് ഒരു 1 month കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പർച്ചേസിങ്ങും ആളുകൾ വരുമ്പോ വിൽപ്പന അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോസ് അങ്ങനെ ഇടാത്തത്. ഇന്ന് മാക്സിമം നമ്മൾ ഒരു ഡെയിമ ലൈഫ് എന്നൊക്കെ എങ്കിലും ഇടാൻ നോക്കും. അപ്പൊ വേറെ ഒന്നുമില്ല, നമ്മള് മാർക്കറ്റിൽ പോയത് ഒക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സാധനം എടുക്കുന്നതൊന്നും ഉൾപ്പെടുത്തുന്നില്ല, കാരണം നമുക്ക് അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. ആകെ നമ്മൾ 2 പേരേ ഉള്ളു. അപ്പൊ എടുക്കത്തും കടയിൽ സെറ്റ് ചെയ്തൊക്കെ നമ്മൾ വേറെ ദിവസം വീഡിയോ ആയിട്ട് കാണിക്കാം. പിന്നെ പുതിയ കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾക്കുണ്ട്. അപ്പൊ അതെല്ലാം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ കുടമൂര് ഇറക്കിയിട്ടുണ്ട്. അല്ലാതെ വേറെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്, അതിന് സെറ്റ് ആയിട്ട് ചെയ്യും. പിന്നെ നമുക്ക് കുറച്ച് കടയിലാകുന്ന ഒന്ന്, പിന്നെ നമ്മള് ഉദ്ഘാടന സമയത്ത്, അതായത് കേറുന്ന ദിവസം നമുക്ക് ഉള്ളു ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. ഇന്നിപ്പം ഇതാണ് നമ്മുടെ കടയിലെ ഉൾഭാഗം കേട്ടോ. ഇന്നിപ്പോ കൊണ്ടുവന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. പാവയ്ക്കും പയറും ഇതൊക്കെ 2 ദിവസം വരെ എന്തായാലും ഇരിക്കത്തുള്ളു. പിന്നെ ഉരുളനുണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം മിക്കുള്ളതും ഉണ്ട്. പിന്നെ നമ്മളിതാ ഒരു 3-4 ദിവസം ആയോളൂ ഇങ്ങനെയുള്ള സാമ്പാർ പൊടി, കായം, അതുപോലെ നമ്മളെ ഈ ഏലക്ക, കിസ്മിസ്, ചിക്കൻ പൊടി, അങ്ങനെ പപ്പടം, അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് ഒക്കെ നമ്മള് 2-3 ദിവസം ആയോളൂ ഇറങ്ങിയിട്ട്. പിന്നെ നമ്മൾ ആപ്പിള്, മാതള, ഓറഞ്ച് ഉണ്ടാകുന്ന ഓറഞ്ച് കഴിഞ്ഞു. അതുപോലെ ചോളമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ചോളം എന്നിറക്കിയാലും പെട്ടെന്ന് തീരും. ചോളം അടിപൊളി ചോളമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നിറയെ ഉണ്ട്, നല്ല രീതിയിൽ ഇവിടെ പോവുകയും ചെയ്യും ചോളം. നല്ല രീതിയിൽ പോകുന്ന ഐറ്റമാണ് ചോളം. നമ്മളതുകൊണ്ട് ഇന്നിപ്പം ഒരുപാട് കൊച്ചുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാരും വന്ന് വാങ്ങും. അതുപോലെ ബാക്കിയുള്ള ഐറ്റംസ് ഇതിന്റെ അടിയിലൊക്കെ കംപ്ലീറ്റ് നമ്മളെ ഈ പടവലവും ക്യാബേജും അങ്ങനെയുള്ള ഐറ്റംസ്. നമ്മുടെ ചെറിയ കട ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഉള്ള സ്ഥലം കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വെക്കുകയാണ്. നമ്മുടെ കുടമോരിലെ സാധനങ്ങളാണ്. കുടം വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് നമ്മൾ കുടമോര് കൊടുക്കുന്നത്. പിന്നെ വെട്ട് മലക്കറി ഇവിടെ ഇട്ടാണ് വെട്ടുന്നത്. അപ്പൊ വെട്ട് മലക്കറിയൊക്കെ നമ്മൾ കുറെ പഠിച്ചു വന്നു. ആദ്യം നമുക്കൊന്നും അറിഞ്ഞൂടായിരുന്നു, നമ്മളൊക്കെ എങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. പക്ഷെ ഇപ്പൊ നമ്മൾ ഏകദേശം ഒക്കെ പഠിച്ചു വന്നിട്ടുണ്ട്. ബാക്കി ഇത്രയും ഐറ്റംസ്. ഈ തക്കാളിയുടെ സ്റ്റോറേജ് ഭയങ്കര വിലയാണ് കേട്ടോ തക്കാളി. അപ്പൊ ഇന്നിപ്പം നമ്മൾ എന്തായാലും ചന്തയിൽ പോയ സ്ഥിതിക്ക് നമ്മൾ ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബാക്കിയുള്ള ഐറ്റംസ് ഇതൊക്കെ കേടായാണ്. ഇതിപ്പോ വീട്ടിൽ കൊണ്ടുപോകാനും നമ്മളെന്തായാലും ഇത് വെട്ടുമലക്കറിയിൽ അങ്ങനെ ഒന്നും ഇടത്തില്ല കേട്ടോ. ഇതൊക്കെ കേടായ ഐറ്റംസ് ആണ്, കംപ്ലീറ്റ് പോയതാണ്. പിന്നെ ഉള്ളത് നമ്മളെ വെട്ടുമലക്കറിയിലുള്ള ഐറ്റംസുകൾ തന്നെ മുളക്, പിന്നെ ബീൻസ് ഉണ്ട്. ബീൻസ് ഒക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതുപോലെ കായുണ്ട്. നമ്മളതേപോലെ ഉള്ളി സ്റ്റോറേജ് ഇതിലാണ്. ഇതൊന്നും നമ്മൾ ചാക്കാണ് എടുത്തത്. പിന്നെ വെള്ളരി ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് പുറത്തങ്ങനെ വലുതായിട്ടൊന്നും വെച്ചിട്ടില്ല. വേറൊന്നും വെച്ചിട്ടില്ല, കാരണം വെയിൽ വരും, അറിയാൻ പറ്റും. വെയിൽ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഈ ചെറിയ ഒരു കടയിൽ നമ്മൾ ഇത്രയും രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. എന്തായാലും നമുക്കറിയാൻ പറ്റുള്ളൂ ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും ഇടണം. അപ്പൊ ഇനിയുള്ള വിശേഷങ്ങൾ നാളത്തെയും മറ്റന്നാളത്തെയൊക്കെ വിശേഷങ്ങൾ നമ്മൾ പറയാം. ഇന്ന് പിന്നെ വലിയ തിരക്കൊന്നും ഇല്ല, ഓട്ടം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അധികമായിട്ട് ആൾക്കാരും വളരെ കുറവാണ്. നമ്മളൊരു കൊച്ചു സ്ഥലത്ത് ഒതുങ്ങി കൂടുന്ന ആദ്യം ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊക്കെയാണ്. അപ്പൊ നമ്മൾ ആ വീട്ടിൽ നിന്ന് ചോള അവിച്ചുകൊണ്ട് വന്ന് അപ്പൊ അത് ആണ് കഴിക്കുന്നത്. കാരണം ഫൈബർ അടങ്ങിയ ഐറ്റംസ് കൂടുതൽ കഴിക്കണമെന്ന് പറഞ്ഞ രാത്രി. അപ്പൊ നമ്മളെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ എടുത്തിട്ട് നമ്മളെ കടയിലെ വിശേഷങ്ങളോ ഒന്നും നിങ്ങളുടെ പറയുന്നില്ല. അതുകൊണ്ട് മാത്രം നമ്മളൊന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.